ഗുരുധർമ്മ പ്രചരണ സഭ പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിയ 171ാമത് ഗുരുജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുദേവ ദർശനം ഈ കാലഘട്ടത്തിന് അനിവാര്യമാണെന്നും ഗുരുദേവ കൃതികൾ ജനങ്ങൾ സ്വായത്തമാക്കണമെന്നും അവർ പറഞ്ഞു. നമ്മുടെ ദേഹത്തെല്ലാം ഒരേ രക്തമാണ്, ഒരേ കളറുള്ള രക്തമാണ് ഓടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന ജാതിയും രാഷ്ട്രീയവും അല്ല, ഒരേ മനുഷ്യനോടുകൂടെ പ്രവർത്തിക്കാൻ, ഒരൊറ്റ മനസ്സുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രീ നാരായണ ഗുരു ഇത്തരത്തിലുള്ള തത്വങ്ങൾ കൊണ്ടുവരുന്നത്. വളരെയധികം പ്രയാസപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ 1856 മുതൽ 1928 വരെ ജീവിച്ചിരുന്ന ഈ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യരെയെല്ലാം നല്ല മനസ്സുകൊണ്ട് നല്ല മനുഷ്യരാവാൻ, നല്ല ജീവിത ശൈലികൾ കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം, ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടെ ചിന്തിക്കുന്നു ഒരു ജാതി, ഒരു മനുഷ്യൻ, ഒരു ദൈവം എന്നുള്ളത്, അല്ലേ? ആ ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ ഈ സമകാലിക ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവരേണ്ട നല്ല മഹത്വങ്ങൾ, നല്ല തത്വങ്ങൾ ആ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജന്മദിനങ്ങൾ ആഘോഷപൂർവമായിട്ട് നമ്മൾ നടത്താറ്. അതിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ പി.ബി. ഗുജ്റാൾ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പി.വി. അനന്തനാരായണൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി നാരായണ ഭക്താനന്ദ ഭക്തി പ്രഭാഷണം നടത്തി. ഡോക്ടറേറ്റ് നേടിയവരെയും മികച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി വി. വിജയമോഹനൻ, കേന്ദ്രസമിതി അംഗം വി. ചന്ദ്രൻ, അമ്പിളി ഹാരിസ്, സി.ജി. ജാനകി, ദിവാകരൻ, ആർ. രാമകൃഷ്ണൻ, വിക്ടോറിയ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റീതുരാജ്, സജിമോൻ, സി.ജി. ലളിത എന്നിവർ സംസാരിച്ചു. നൃത്തനൃത്യങ്ങളും ഉണ്ടായിരുന്നു. ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ 2025 നടന്ന നീന്തൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കാവശ്ശേരിയിലെ യു. അമർദേശ്, ഇ.എസ്. സുജിത്ത് എന്നിവരെ അനുമോദിച്ചു. ഗുരുധർമ്മ പ്രചാരകരെയും ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.